ഇതിനേക്കാൾ വലിയ ഹിന്ദുമത മഹത്വമാണ് ഇവിടെ കണ്ടത്. പ്രയാഗ്രാജിലെ മണ്ണിൽ മഹാകുംഭമേളയ്ക്കെത്തിയ മുസ്ലിം യുവാവ് ഷെയ്ഖ് റഫീഖിന്റെ വാക്കുകളാണിത്. മഹാകുംഭമേളയ്ക്കെത്തി പുണ്യസ്നാനം ചെയ്യുകയും ചെയ്തു അദ്ദേഹം. ഒറീസയിലെ ബലസോർ ജില്ലയിലെ താമസക്കാരനാണ് ഷെയ്ഖ് റഫീഖ്. മഹാകുംഭമേളയുടെ മഹത്വം കേട്ടറിഞ്ഞ് താൻ ഇവിടെ എത്തിയതാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. മുസ്ലിങ്ങൾക്ക് മഹാകുംഭമേളയിലേക്ക് വരാൻ കഴിയില്ല എന്ന് ചിലർ പറഞ്ഞിരുന്നു. എന്നാൽ ദൈവം ഒന്നാണ്, താൻ ആരെയും ഭയപ്പെടുന്നില്ല, ഇവിടെ വന്നത് ഭാഗ്യമായി തോന്നുന്നു. കേട്ടതിനേക്കാൾ വലിയ ഹിന്ദുമത മഹത്വമാണ് ഇവിടെ കണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ വന്നാണ് രുദ്രാക്ഷമാല ധരിച്ചത്. സന്യാസിമാരിൽ നിന്ന് അനുഗ്രഹവും വാങ്ങി. 3 ദിവസമായി ത്രിവേണിയിൽ കുളിച്ചിട്ട് ഓരോ 1-2 ദിവസം കൂടി താമസിച്ച ശേഷം മാത്രമേ മടങ്ങി പോകുന്നുള്ളൂ. എന്റെ മനസ്സ് ഇവിടെ മുഴുകിയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ 3 ദിവസമായി ഇവിടെ ഇരിക്കുന്നത്. കുടുംബത്തോടൊപ്പം വരാൻ ആഗ്രഹിച്ചെങ്കിലും തണുപ്പ് കാരണം അവർ വന്നില്ല. കാരണം മക്കൾ ഇപ്പോഴും ചെറുതാണ്. അതേപോലെ തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എല്ലാ ക്രമീകരണങ്ങളും കൃത്യമായി തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നും റഫീഖ് വ്യക്തമാക്കി. അതേപോലെ തന്നെ ഷെയ്ഖ് റഫീഖിനെ പോലെ തന്നെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഹിന്ദു മതത്തെ ആ ഒരു വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന നിരവധി പേരാണ് ഇതിനോടകം തന്നെ മഹാകുംഭമേളയിൽ എത്തി സ്നാനം ചെയ്തതും. 1.5 നൂറ്റാണ്ടിനിടെ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാകുംഭമേളയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് യുപിയിലേക്ക് എത്തിയതും. ഇതുവരെ 10 കോടിയിലധികം ആളുകൾ പുണ്യസ്നാനം ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സനാതന ധർമ്മത്തിൽ വിശ്വാസമുള്ള മുസ്ലിങ്ങളും മഹാകുംഭമേളയിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട് എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നതും. അതേസമയം മഹാകുംഭമേളയുടെ പുണ്യം തേടി ഒരു മുസ്ലിം വനിത UAE നിന്നും എത്തിയിരുന്നു. 10 രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ പ്രതിനിധികൾ മഹാകുംഭമേള സന്ദർശിക്കാനായി പ്രയാഗ്രാജിൽ എത്തിയിരുന്നു. അവർക്കൊപ്പം എത്തിയ സംഘത്തിൽ ഒരാളായിരുന്നു വാസ്തുവിൽ നിന്ന് വന്ന ഷൈലി അൽ അജാബ്. അതേപോലെ തന്നെ ഇത്രയും വലിയ ഒരു മതപരമായ പരിപാടിയിൽ പങ്കെടുക്കാനായി ഷൈല അജാബ് ഏറെ വികാരാതിഥിയാണ് സംസാരിച്ചത്. നിരവധി അഘോരകൾ അതേപോലെ സന്ദർശിക്കുകയും ഋഷിവര്യന്മാരെയും സന്യാസിമാരെയും കണ്ടുമുട്ടുകയും ചെയ്തു. ഇന്ത്യൻ സംസ്കാരത്തിന്റെ വിസ്മയകരമായ കാഴ്ചയും ശൈലിയും അനുഭവിച്ചറിഞ്ഞു. ഈ വലിയ മതപരമായ ചടങ്ങ് കണ്ടപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടുപോയി. ലോകത്തിലെ ഏറ്റവും വലിയ ഈ പരിപാടിയുടെ മഹത്തായ ക്രമീകരണങ്ങൾക്ക് യോഗി ആദിത്യനാഥ് സർക്കാരിനെ പ്രശംസിക്കുകയും ചെയ്തു. ലോകത്തിന്റെ ഐക്യത്തിന്റെ സന്ദേശമാണ് മഹാകുംഭത്തെ ഈ മുസ്ലിം വനിത വിശേഷിപ്പിച്ചത്. ഒരു ഇസ്ലാമിക രാജ്യത്ത് താൻ ഇന്ത്യയിൽ എത്തിയതായും ഷൈലി അജാബ് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ മതപരമായ ചടങ്ങാണിത്. മഹാകുംഭത്തിന്റെ മഹത്വവും അതിന്റെ വിജയകരമായ സംഘടനവും കൊണ്ട് ഇന്ത്യ ലോകത്തിന്റെ മുഴുവൻ ഐക്യത്തിന്റെ സന്ദേശമാണ്. കോടാനുകോടിക്കണക്കിന് ഭക്തജനങ്ങളെയും അവരുടെ സുരക്ഷാ ക്രമീകരണങ്ങളെയും കണ്ടപ്പോൾ ഇന്ത്യൻ സംസ്കാരത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞതായും അവർ വ്യക്തമാക്കി. അതേസമയം ഇന്ത്യയുടെ സംസ്കാരവും വൈവിധ്യവുമാർന്ന വിശാലതയും കണ്ട് അത്ഭുതപ്പെട്ട സംഘം ഇത്രയും ഫലപ്രദമായ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കണ്ട് യോഗി ആദിത്യനാഥ് സർക്കാരിനെ അഭിനന്ദിക്കുകയും ചെയ്തു. അതേസമയം കേരളത്തിലെ മുസ്ലിങ്ങളാകട്ടെ ഹാലിളകിയാണ് നടക്കുന്നത്. കുംഭമേളയിൽ മുസ്ലിങ്ങൾ എന്തിനാണ് പങ്കെടുക്കുന്നത് എന്നാണ് അവരുടെ ചോദ്യം. സനാതന ധർമ്മത്തെക്കുറിച്ചും അതിന്റെ മൂല്യങ്ങളെക്കുറിച്ചും അറിയാത്തവരാണ് ഇത്തരത്തിൽ വിഡ്ഢിത്തരം പുലമ്പുന്നതെന്നതും വ്യക്തമാണ്. 5000 വർഷം പഴക്കമുള്ള സനാതന ധർമ്മ സംസ്കാരത്തിൽ ജാതി പോയിട്ട് മതം പോലുമില്ല. ഹിന്ദുയിസത്തിന്റെ ദർശനങ്ങളും സംസ്കാരവും വിശ്വാസങ്ങളും പിന്തുടരുന്ന വ്യക്തിയാണ് ഹിന്ദു. അത് മതമല്ല, തത്വസിംഹതയാണ്. അതുകൊണ്ടാണ് മറ്റു മതങ്ങളിലെ പോലെ ഹിന്ദു മതത്തിന് ഒരു സ്ഥാപകനില്ലാത്തത്. ശൈവം, വൈഷ്ണവം, ശാക്തേയം, കൗമാരം തുടങ്ങിയ വിശ്വാസങ്ങൾ മുതൽ ചാർവാകം ഉൾപ്പെടെയുള്ള നിരീശ്വരവാദ ആശയങ്ങളും ഹിന്ദുത്വത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഹിന്ദു ധർമ്മം എന്നത് ഭാരത ഉപഭൂഖണ്ഡത്തിൽ ഉടലെടുത്ത ആധ്യാത്മികവും ദർശനവും സാംസ്കാരികപരവുമായ വ്യത്യാസങ്ങളുടെ ഒരു സഞ്ചയമാണ്. ഉത്തമരായ മനുഷ്യർ എങ്ങനെയുള്ളവരാകണമെന്നും ബോധ്യപ്പെടുത്തി തരുന്ന എത്രയെത്ര കഥകളും ഉപകഥകളും നിരീക്ഷണങ്ങളും വിശകലനങ്ങളും കൃത്യമായ ഉദാഹരണങ്ങൾ സഹിതം വിശദീകരിക്കുന്നുണ്ട്. കുംഭമേള എന്താണ് എന്നും അതുപോലെ തന്നെ അത് തുടങ്ങിയത് എപ്പോഴാണ് എന്നും കൃത്യമായ ഒരു രേഖകൾ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. BC 1200 1500 ആ ഒരു കാലഘട്ടം മുതൽ തന്നെ കുംഭമേളയെക്കുറിച്ചുള്ള ചാതുർവേദങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. ഐക്യം, ഒത്തുചേരൽ, സംഗമം, മുന്നേറ്റം, സമ്മേളനം എന്നിങ്ങനെയൊക്കെയാണ് കുംഭമേളയ്ക്ക് ആദ്യകാലത്ത് നൽകിയിരുന്ന ഒരു നിർവചനങ്ങൾ എന്ന് പറയുന്നത്. പുരാതന ഭാരതത്തിലെ കൃഷ്ണവർഷത്തിൽ തുടങ്ങി ക്രിസ്തു വർഷത്തിലെ ആദ്യ നൂറ്റാണ്ട് വരെ മഹാമേളയായി അടയാളപ്പെടുത്തപ്പെട്ട ഈ ആളൊരുക്കം ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിന്റെയോ സംഘടനയുടെയോ ഒന്നും തന്നെ പേരുണ്ടായതല്ല. 3 കൊല്ലത്തിൽ ഒരിക്കൽ തുടങ്ങി 144 വർഷങ്ങളിൽ ഒരിക്കൽ
പരിസമാപ്തമാകുന്ന കുംഭമേളകൾ ഇതിനകം ഒരു ഘട്ടങ്ങൾ പിന്നിട്ടിട്ടുണ്ട് എന്ന് ഒരു കണക്കുകളും നിർവഹിക്കാനാകില്ല. ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന സംഗമമായി വളർന്ന് മഹാകുംഭമേളയായി മാറുന്നത് മാത്രമാണ് കണക്കുള്ളത്. 2025 മഹാകുംഭമേളയിൽ പ്രതീക്ഷിക്കുന്നത് 40 കോടി ജനങ്ങളെയാണ്. അതായത് US-ലെയും റഷ്യയിലെയും ജനസംഖ്യയേക്കാൾ കൂടുതൽ ആണെന്നതുള്ളത്. 45 ദിവസത്തെ ആഘോഷമാണിത്. ചിലവ് ഏകദേശം 7500 കോടി രൂപയാണ് വരുന്നത്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഇത്തവണ നടക്കുന്നത് പോലൊരു മഹാകുംഭമേളയ്ക്ക് ഇനി 144 വർഷം കാത്തിരിക്കേണ്ടി വരും. ഓരോ 3 വർഷവും രാജ്യത്തിന്റെ പല സ്നാനഘട്ടങ്ങളിലായി സാധാരണ കുംഭമേള നടക്കാറുണ്ട്. 6 വർഷം കൂടുമ്പോൾ അർദ്ധ കുംഭമേളയും 12 വർഷത്തിൽ ഒരിക്കലാണ് പൂർണ്ണ കുംഭമേള നടക്കുന്നത്. അത്തരത്തിൽ 12 പൂർണ്ണ കുംഭമേള നടക്കുമ്പോഴാണ് ഒരു മഹാകുംഭമേള നടക്കുന്നതും. അത്തരത്തിലൊന്നാണ് ഇപ്പോൾ നടക്കുന്നതും. ഒരു തീർത്ഥാടനം എന്നതിലുപരിയായി 7500 കോടി രൂപ മുടക്കി 2 ലക്ഷം കോടി രൂപ വരുമാനമുണ്ടാക്കുന്ന പിൽഗ്രിം ടൂറിസം എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഭരണകർത്താക്കൾ ഈ മഹാമേളയെ കണക്കാക്കുന്നത് എന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തപ്പെടുന്നതും. 1880 ഇതിനു മുൻപ് അവസാനമായി നടന്ന മഹാകുംഭമേള. അന്ന് കുംഭമേളയുടെ കുത്തക അവകാശപ്പെടാൻ ഇപ്പോഴത്തെ രാഷ്ട്രീയ മത സംഘടനകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സന്യാസി വര്യന്മാരും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. വിശ്വാസമല്ലാതെ സാമ്പത്തികത്തെക്കുറിച്ച് അവർ ആലോചിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അതിനു മുൻപും സഹസ്രാബ്ദങ്ങളുമായി മുടങ്ങാതെ കുംഭമേളയും മഹാകുംഭമേളയും നടക്കുന്നുണ്ട്. ഇനി മഹാകുംഭമേള നടക്കേണ്ടിയിരിക്കുന്നത് 2168 ഇത്തവണത്തെ ജനുവരി 13 തുടങ്ങി മഹാകുംഭമേള ഫെബ്രുവരി 26 വരെയാണ് നീണ്ടു നിൽക്കുന്നത്. കുംഭമേളയുടെ ഐതിഹ്യം ഇങ്ങനെയാണ്. ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും അമൃത് ലഭിക്കാനായി പാലാഴി കടഞ്ഞു. ലക്ഷ്മി ദേവി, ഐരാവതം, അപ്സരസ്, കൽപ്പവൃക്ഷം, അതേപോലെ തന്നെ കാമധേനു, പശു അവർ തുടങ്ങി പല അമൂല്യ വസ്തുക്കളും ഇങ്ങനെ ലഭിച്ചു. അവസാനം അമൃത് നിറച്ച പാത്രവുമായി ദ്വന്ദ്വേരി പ്രത്യക്ഷപ്പെട്ടു. അമൃത കലശം പുറത്തു വന്നതുടൻ തന്നെ അത് ലഭിക്കാൻ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം തുടങ്ങി. ഈ യുദ്ധം 12 ദിവസം തുടർച്ചയായി തുടർന്നു. ഈ യുദ്ധത്തിൽ ഭൂമിയിലെ 4 സ്ഥാനങ്ങളിൽ, അതായത് പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക്, അവിടെ ആ കലത്തിൽ നിന്ന് ഏതാനും തുള്ളി അമൃത് വീണു എന്നതാണ് വിശ്വാസം പറയപ്പെടുന്നതും. ഭൂമിയിലെ അമൃത് തുള്ളികൾ വീണ അതേ 4 സ്ഥലങ്ങളാണ് കുംഭമേള നടക്കുന്നത്. 4 തീർത്ഥ സ്ഥലങ്ങളിൽ 4 പീഠങ്ങൾ സ്ഥാപിച്ചതുൾപ്പെടെ തന്നെ കുംഭമേളയിൽ സന്യാസിമാരുടെ പങ്കാളിത്തം ഉൾപ്പെടെ ആണ് ഉള്ളത്. ഹിന്ദു മതഗ്രന്ഥങ്ങളിൽ കുംഭത്തെയും മഹാകുംഭത്തെയും പറ്റി വെവ്വേറെ വിവരണങ്ങൾ നൽകിയിട്ടുണ്ട്. കുംഭമേള ഓരോ 12 വർഷത്തിലും രാജ്യത്തെ 4 സ്ഥലങ്ങളിൽ നടക്കുന്നു. പ്രയാഗ്രാജ്, ഉജ്ജയിൻ, നാസിക്, ഹരിദ്വാർ എന്നിവിടങ്ങളാണ് ഇതിനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതേസമയം 144 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേള പ്രയാഗ്രാജിൽ മാത്രമാണ് നടക്കുന്നത്. കോടിക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഈ ഉത്സവത്തിൽ ലക്ഷക്കണക്കിന് സന്യാസിമാരും ഋഷ്യവര്യന്മാരും ഉൾപ്പെടെ തന്നെ സംഗമത്തിൽ പങ്കുചേരും. ഏകദേശം 15 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന സംഗമ തീരത്ത് കോടിക്കണക്കിന് ഭക്തർ മുങ്ങിക്കുളിക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച ദൈവികമായ ഒന്ന് തന്നെയാണ്. ത്രിവേണി സംഗമം തീരത്ത് ഈ സമയത്ത് തീർത്ഥ സ്നാനം ചെയ്യുന്ന ആളുകൾക്കൊപ്പം രൂപം മാറി ദേവന്മാരും ഇതിൽ പങ്കെടുക്കാറുണ്ട് എന്നാണ് ഒരു വിശ്വാസം പറയപ്പെടുന്നതും. മഹാകുംഭമേളയിൽ ത്രിവേണി സംഗമസ്ഥാനത്ത് മുങ്ങിക്കുളിക്കുന്നതിന്റെ പ്രാധാന്യം നിരവധി മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മഹാകുംഭമേളയുടെ ചരിത്ര സാക്ഷികളാകാൻ രാജ്യത്തു നിന്നും വിദേശത്തു നിന്നുമുള്ള നിരവധി ആളുകൾ എത്താറുമുണ്ട്. നാനത്വത്തിൽ ഏകത്വം എന്ന ആശയത്തെ അർത്ഥമാക്കുന്ന ഇടം കൂടിയാണിത്. മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളുമാണ് ഇതിനെ വേറിട്ട ഒരു അനുഭവമാക്കി മാറ്റുന്നതും. അതേസമയം മഹാകുംഭമേള 8 അല്ലെങ്കിൽ 9-ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഭക്തജനസാഗരമാണ് പ്രയാഗ്രാജിലേക്ക് ഒഴുകിയെത്തുന്നതും. ഉത്തർപ്രദേശ് സർക്കാർ പുറത്തുവിട്ട ഔദ്യോഗിക കണക്കനുസരിച്ച് 8-ാം ദിനമായ ദിവസം രാവിലെ 2.27 ദശലക്ഷത്തിലധികം തീർത്ഥാടകരാണ് കുംഭമേളയ്ക്കായി എത്തിയത്. 1 ദശലക്ഷം കൽപ്പവാസികളും 1.27 ദശലക്ഷം തീർത്ഥാടകരും ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്തു. പ്രതികൂല കാലാവസ്ഥയ്ക്കിടയിൽ പോലും ജനുവരി 19-നാകട്ടെ 82.6 ദശലക്ഷത്തിലധികം തീർത്ഥാടകരാണ് പ്രയാഗ്രാജിലേക്ക് എത്തിയത്. 4 പ്രധാന ഷാഹി സ്നാനങ്ങൾ ഇനിയും വരാനിരിക്കുന്നതായാണ് വരും ദിവസങ്ങളിൽ ഭക്തരുടെ എണ്ണം വർദ്ധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. അതേപോലെ തന്നെ ജനുവരി 29-ന് മൗനി അമാവാസി, അതേപോലെ തന്നെ ഫെബ്രുവരി 3-ന് ബസന്ത് പഞ്ചമി, ഫെബ്രുവരി 12-ന് മാഘി പൂർണിമ, ഫെബ്രുവരി 26-ന് മഹാശിവരാത്രി എന്നിവയാണ് വരാനിരിക്കുന്ന പ്രധാന സ്നാന ദിവസങ്ങൾ.
മഹാകുംഭമേളയുടെ 7ാം ദിവസമായ ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെ തന്നെ 5 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് പുണ്യഭൂമിയിലെത്തിയത്. അതേസമയം കഴിഞ്ഞ ദിവസം പാചകവാത സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപ്രതീക്ഷിത അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. അപകടത്തിൽ ആളപായമൊന്നുമില്ല എന്നും പ്രദേശത്ത് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് എന്നും അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.